ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹ വിരുതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഏകദേശം 2-3 മാസങ്ങളോളം നീണ്ടുനിന്ന ആഘോഷത്തിൽ കോടിക്കണക്കിന് രൂപകളാണ് ചെലവിട്ടത്. വിവാഹ ദിവസം മാത്രം 5000 കോടി രൂപ. വിവാഹത്തേക്കാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും TV ചാനൽസിലും ഇടം പിടിക്കുന്ന വാർത്ത ഒരു 52കാരൻ്റെ നിലപാടാണ്. ഇയാളുടെ പേര് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു തുടങ്ങി വലുതും ചെറുതുമായ അനേകം നേതാക്കളെല്ലാവരും പോയിട്ടും മുകേഷ് അംബാനി വന്ന് നേരിട്ട് വസതിയിൽ വന്ന് വിളിച്ചിട്ടും പോകാതിരുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധി. ശരിക്കും ഇത്തരത്തിലുള്ള നേതാക്കളെയല്ലേ ഇന്ത്യക്ക് ആവശ്യം? കോർപ്പറേറ്റുകൾക്ക് എല്ലാം തീരെഴുതി കൊടുത്ത് തങ്ങളുടെ പാർട്ടിക്ക് സമ്പത്ത് കൂട്ടി പാവപ്പെട്ട ജനതകളിൽ നിന്നും ടാക്സ് പിഴിഞ്ഞു വാങ്ങി സബ്കെ സാത്ത് സബ്കാ വിശ്വാസ്, മൻ കി ബാത്ത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഇതൊക്കെ പറച്ചിലിൽ മാത്രമായിട്ട് ഒതുക്കി മുഖംമൂടി അണിയുന്ന ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഇന്ത്യ മാറണം. നമുക്ക് വേണ്ടത് കറതീർന്ന പാവപ്പെട്ട ജനത്തോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെയാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കിക്കേ. ഇന്നത്തെ സുവിശേഷം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആളുകളെയാണ്. അത്തിമരത്തിന് നിറയെ ഇലകളുണ്ട്, പക്ഷെ ഫലമില്ല. പലരും നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ കാണുവാനില്ല. ആമേൻ. നല്ല ദിനം.